ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെയുള്ള യുദ്ധം ആരംഭിച്ചത് ഫെബ്രുവരി 28-നാണ്. ന്യായമെന്ന് പറയാവുന്ന ഒരു കാരണവും കൂടാതെയാണ് യുദ്ധം ആരംഭിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നിലപാടുകൾ എപ്പോഴും മാറ്റുന്ന ഒരു ഭരണാധികാരിയാണെന്ന് ലോകം ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞു. പോപ്പിനെതിരെ ഇദ്ദേഹം നടത്തിയ പരാമർശത്തിന് പോപ്പ് നൽകിയ മറുപടി പ്രസിഡന്റിന് വലിയ ക്ഷീണമായി. പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും ട്രംപിൻ്റെ പരിഷ്കാരങ്ങളുടെ സൃഷ്ടിയായ തിന്മകളെ പോപ്പ് എണ്ണി പറഞ്ഞു. ഇതിൽ പ്രകോപിതനായ ട്രംപ് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇടപെടാതിരിക്കാനും മതപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും പോപ്പിനെ ഉപദേശിച്ചു. മനുഷ്യന്റെ നന്മയാണ് എല്ലാ മതങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം. തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കുക എന്നത് എല്ലാ മനുഷ്യരുടെയും ഉത്തരവാദിത്വമാണ്. ഇതിൻ്റെ കുത്തക ഒരു രാഷ്ട്രീയക്കാരനും അവകാശപ്പെടാൻ കഴിയില്ല. ഏതാണ്ട് ഈ രീതിയിലാണ് പോപ്പ് പ്രതികരിച്ചത്. അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പായ ലിയോ 14 മറുപടി ഇപ്പോൾ ലോകത്തിൻ്റെ ശബ്ദമായി മാറിയിരിക്കുകയാണ്. ഇറാന്റെ വ്യോമസേന തകർന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇറാനെ ആക്രമിക്കാനെത്തിയ അമേരിക്കയുടെ ആധുനിക യുദ്ധവിമാനം തകർത്തതായി ഇറാൻ അവകാശപ്പെടുക മാത്രമല്ല, അതിൻ്റെ അവശിഷ്ടങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഒരു വിമാനം തകർന്നതായും പൈലറ്റ് അടക്കം 2 പേർ പാരച്യൂട്ട് വഴി രക്ഷപ്പെട്ടതായും അമേരിക്ക സ്ഥിരീകരിച്ചു. തന്നെയുമല്ല, ഈ സൈനികരെ രക്ഷപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങളുടെ ഫലമായി വലിയ നഷ്ടങ്ങൾ ഉണ്ടായതായും അമേരിക്കയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു. വലിയ സന്നാഹത്തോടെ ഇറാനിൽ പറന്നിറങ്ങിയ അമേരിക്കൻ സൈനികരുടെ സാഹസികമായ ഇടപെടലിലൂടെയാണ് പൈലറ്റിനെയും സഹപ്രവർത്തകനെയും മോചിപ്പിച്ചത്. കരയുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടാൽ ഭാവി ശോഭനമായിരിക്കില്ല എന്ന സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. പ്രസിഡന്റിന്റെ അവകാശവാദങ്ങളെ നിരാകരിക്കുന്നതാണ് ഈ സംഭവം. ഇറാന്റെ സൈന്യം ട്രംപ് പറയുന്നത് പോലെ ദുർബലമായിട്ടില്ല എന്ന് അമേരിക്കയുടെ ഇന്റലിജൻസ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലാണ് ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന യുദ്ധം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ബന്ധപ്പെട്ട കക്ഷികൾ തമ്മിൽ ഒരു ചർച്ചയും നടത്താതെയാണ് വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായത്. ചർച്ചകൾക്കായി ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികളെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ക്ഷണിച്ചു. വെള്ളിയാഴ്ച പാകിസ്ഥാനിൽ വച്ച് ചർച്ചകൾ നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒബാമയുടെ കാലത്ത് ഇറാനുമായി ഉണ്ടാക്കിയ ഉടമ്പടിയിൽ നിന്നും ഏകപക്ഷീയമായി ട്രംപ് പിന്മാറിയതിനെ തുടർന്നാണ് ഇപ്പോഴത്തെ അമേരിക്ക ഇറാൻ സംഘർഷങ്ങൾ ആരംഭിച്ചത്. ഇറാന്റെ ന്യായമായ ആവശ്യങ്ങൾ അമേരിക്ക അംഗീകരിക്കുന്നതും അമേരിക്കയുടെ നിയന്ത്രണങ്ങൾ ഇറാൻ അംഗീകരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ളതായിരുന്നു ഒബാമയുടെ കരാർ. യുദ്ധത്തിൻ്റെയും ഭീഷണിയുടെയും ഭാഷ ഉപേക്ഷിച്ച് നയതന്ത്രത്തിൻ്റെ ലോകത്തിലേക്ക് മടങ്ങാൻ ട്രംപ് തയ്യാറാകണം. യുദ്ധം അമേരിക്ക പോലും അംഗീകരിക്കുന്നില്ല എന്നും പ്രസിഡന്റിനെ നീക്കുന്നതിനെക്കുറിച്ച് സെനറ്റർമാർ ആലോചിക്കുന്നു എന്നതും കാണാതെ പോകരുത്. 40 ദിവസം പിന്നിട്ട യുദ്ധം
രണ്ടാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. നിരവധി ഘട്ടങ്ങളിലൂടെ കടന്നാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. പലപ്പോഴും അന്ത്യശാസനം നൽകിയെങ്കിലും വഴങ്ങാൻ ഇറാൻ കൂട്ടാക്കിയില്ല. ഒരു സംസ്കാരം തന്നെ ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിക്കും എന്നായിരുന്നു ഏറ്റവും ഒടുവിലത്തെ അന്ത്യശാസനം. ഇതിൻ്റെ സമയപരിധി അവസാനിക്കാൻ 2 മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് രണ്ടാഴ്ചത്തെ വെടിനിർത്തലിന് ഇറാൻ സമ്മതിച്ചതായി ട്രംപ് അറിയിച്ചത്. താത്കാലികമായി വെടിനിർത്തുന്നത് ഇറാന് താല്പര്യമില്ല എന്നാണ് ഒട്ടുമിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഈ മേഖലയിൽ യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കണം എന്നതായിരുന്നു തുടക്കം മുതൽ ഇറാന്റെ നിലപാട്. ഇറാൻ പ്രതീക്ഷിച്ചിരുന്നത് പോലെ ചർച്ചകൾക്ക് അമേരിക്ക താല്പര്യം കാണിച്ചില്ല. സമ്പൂർണ്ണ കീഴടങ്ങലാണ് അമേരിക്ക ആവശ്യപ്പെട്ടത്. കീഴടങ്ങൽ എന്നത് ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. വെനസ്വേലയുടെ വൈസ് പ്രസിഡന്റായിരുന്ന ഡെയ്സി റോഡ്രിഗ്സ് ആണ് ഇപ്പോൾ പ്രസിഡന്റായി ഭരണം നടത്തുന്നത്. പ്രസിഡന്റായിരുന്ന നിക്കോളാസ് മഡുറോയെ ബന്ദിയാക്കി അമേരിക്കയിലേക്ക് സൈനികർ കടത്തിക്കൊണ്ടുപോയത് ജനുവരിയിലാണ്. മഡുറോയാണ് തൻ്റെ വിശ്വസ്തയായ ഡെയ്സി റോഡ്രിഗ്സിനെ നേരത്തെ വൈസ് പ്രസിഡന്റാക്കിയത്. മഡുറോയെ നീക്കിയെങ്കിലും ഇപ്പോഴും ഭരണം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെയാണ്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. വെനസ്വേലയുടെ മേൽ ഏർപ്പെടുത്തിയിരുന്ന സാമ്പത്തിക ഉപരോധം അമേരിക്ക പിൻവലിച്ചു. മഡുറോ നിഷേധിച്ച എണ്ണ നിർബാധം വെനസ്വേല അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. അമേരിക്കയിലെ പ്രസിഡന്റിൻ്റെ കാലാവധി കഴിഞ്ഞാൽ വെനസ്വേലയുടെ പ്രസിഡന്റാകും എന്നാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം. ട്രംപിനെ എതിർക്കുന്നവർക്ക് മഡുറോയുടെ ഗതി ഉണ്ടാകും എന്നാണ് ഭീഷണി. പ്രസിഡന്റും ഭാര്യയും വിദേശ ജയിലിൽ നരകിക്കുമ്പോഴാണ് ഇത്തരം ഒരു ഭീഷണി. സമ്പൂർണ്ണ വിജയം എന്നാണ് താത്കാലിക വെടിനിർത്തലിനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ കടന്നു പോകുന്നത് തങ്ങളുടെ സൈന്യം ഏകോപിപ്പിക്കും എന്നാണ് ഇറാൻ പ്രതികരിച്ചത്. വെടിനിർത്തൽ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ പല രാജ്യങ്ങളുടെയും കപ്പലുകൾക്ക് ഹോർമൂസിലൂടെ കടന്നു പോകാൻ അനുമതി നൽകിയിട്ടുണ്ട്. വെടിനിർത്തലിൻ്റെ പശ്ചാത്തലത്തിൽ എണ്ണയുടെ നീക്കം പൂർവ്വസ്ഥിതിയിലാകുമെന്നും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയുടെ വില കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി വെടിനിർത്തൽ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയും ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പാലിക്കാൻ ഇരുകൂട്ടരോടും ആവശ്യപ്പെടുകയും ചെയ്തു. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുമെന്ന ട്രംപിൻ്റെ ഭീഷണിയെ അതിരൂക്ഷമായ ഭാഷയിൽ ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി വിമർശിച്ചു. ഇദ്ദേഹവും ജപ്പാൻ പ്രധാനമന്ത്രിയും വെടിനിർത്തൽ തീരുമാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് തുറന്നു കിട്ടാൻ നാവികസേനയെ അയക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷാസമിതിയിൽ അവതരിപ്പിച്ച പ്രമേയം പരാജയപ്പെട്ടു. ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്ക് വേണ്ടി ബഹ്റിനാണ് പ്രമേയം അവതരിപ്പിച്ചത്. ചൈനയും റഷ്യയും വീറ്റോ പ്രയോഗിച്ചതുമൂലം പ്രമേയം പരാജയപ്പെട്ടു എങ്കിലും സംയുക്ത നാവികസേനയുടെ ഇടപെടൽ കൂടാതെ ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ ലെബനോണ് ബാധകമല്ല എന്ന് പറഞ്ഞ് ലെബനോണിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും ഇസ്രായേൽ ആക്രമിച്ചു. ലെബനോണിലെ ഹിസ്ബുള്ളയും
യമനിലെ ഹൗദികളും യുദ്ധത്തിൽ ഇടപെടുന്നത് ഇറാനു വേണ്ടിയാണ്. തന്മൂലം ഇവരെ ആക്രമിക്കുന്നതിനെ തങ്ങളെ ആക്രമിക്കുന്നതിന് തുല്യമായിട്ടാണ് ഇറാൻ കാണുന്നത്. ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നത് തുടർന്നാൽ അത് വെടിനിർത്തലിനെ പ്രതികൂലമായി ബാധിക്കും എന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇസ്രായേലിനെ നിയന്ത്രിക്കാൻ അമേരിക്ക ഇടപെടുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. നാറ്റോയുടെ ജനറൽ സെക്രട്ടറി മാർക്ക് റട്ട് ബുധനാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിച്ചു. നാറ്റോ എന്ന സൈനിക സഖ്യത്തിൽ നിന്നും പിന്മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായി ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നപ്പോൾ നാറ്റോ ഞങ്ങളെ സഹായിച്ചില്ല. ഭാവിയിൽ അമേരിക്കയുടെ സഹായം നാറ്റോയും പ്രതീക്ഷിക്കേണ്ട എന്നായിരുന്നു ട്രംപിൻ്റെ പ്രതികരണം. ഈ നിലപാടിൽ നിന്നും ട്രംപിനെ പിന്തിരിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ഈ സന്ദർശനം. ഇറാൻ ആണവശക്തി ആകരുത് എന്നതിനോട് നാറ്റോയും യോജിക്കുന്നു. നാറ്റോയിലെ പല രാജ്യങ്ങളും തങ്ങളുടെ സൈനിക താവളങ്ങൾ ഈ യുദ്ധത്തിൽ ഉപയോഗിക്കാൻ അമേരിക്കയെ അനുവദിച്ചു. നാറ്റോ അമേരിക്കയെ ഒരു ശത്രു രാജ്യമായി കാണുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്തതായി മാർക്ക് റട്ട് വെളിപ്പെടുത്തി. എന്നാൽ അമേരിക്കയുടെ പ്രതികരണം അറിവായിട്ടില്ല. ഡെൻമാർക്കിൻ്റെ ഭാഗമായ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള ട്രംപിൻ്റെ നീക്കത്തെ നാറ്റോയിലെ ഒരു രാജ്യം പോലും അനുകൂലിച്ചില്ല. ബുധനാഴ്ച വെടിനിർത്തൽ നിലവിൽ വന്നു. അമേരിക്ക പാകിസ്ഥാൻ വഴി 15 കാര്യങ്ങളാണ് ഇറാനോട് ആവശ്യപ്പെട്ടത്. ഇത് ഔദ്യോഗികമായി അമേരിക്ക പരസ്യപ്പെടുത്തിയിട്ടില്ല. ഏതാണ്ട് സമ്പൂർണ്ണ കീഴടങ്ങലാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത് എന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. 10 കാര്യങ്ങൾ പാകിസ്ഥാൻ വഴി ഇറാൻ അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്. ചർച്ച ചെയ്യാവുന്നതാണ് ഇറാന്റെ നിർദ്ദേശങ്ങൾ എന്നാണ് ട്രംപ് പ്രതികരിച്ചത്. ചുരുക്കത്തിൽ വെടിനിർത്തൽ കൂടുതൽ സമയം നേടാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. അമേരിക്ക വിജയിച്ചു എന്ന് പ്രഖ്യാപിക്കണം, അനുദിനം കുതിച്ചുയരുന്ന ഇന്ധനവില തടഞ്ഞു നിർത്തണം തുടങ്ങിയവയാണ് ട്രംപിൻ്റെ അടിയന്തരാവശ്യങ്ങൾ. ഏതാണ്ട് 40 ദിവസത്തോളം അമേരിക്കയോട് പൊരുതിയെങ്കിലും ഇറാൻ വലിയ പ്രതിസന്ധിയിലാണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണത്തിൽ തകർന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കണം. എണ്ണ ഉൽപാദനവും വിതരണവും പൂർവ്വസ്ഥിതിയിലെത്തണം. ഈ ആവശ്യങ്ങൾ അവഗണിച്ച് ഇറാന് മുമ്പോട്ടു പോകാൻ കഴിയില്ല. 16ാം നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കേരളം വിജയകരമായി പൂർത്തിയാക്കി. 2021 അപേക്ഷിച്ച് വോട്ട് ചെയ്തവരുടെ എണ്ണവും വർദ്ധിച്ചു. മുന്നണി രാഷ്ട്രീയം പണ്ടേ വേരുപിടിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. കഴിഞ്ഞ വർഷം വരെ ഇടതു വലതു മുന്നണികൾ തമ്മിലാണ് പ്രധാന മത്സരം എന്നതിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല. ഇക്കുറി പുതിയ ഒരു മുന്നണി കൂടി മത്സരത്തിനെത്തിയത് മൂലം പല മണ്ഡലങ്ങളിലും മാറ്റത്തിൻ്റെ പ്രതിച്ഛായ ഉണ്ടായി. ഇതിൻ്റെ ആഴമറിയാൻ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കണം. ആദർശാത്മക രാഷ്ട്രീയം നേരിടുന്ന വംശനാശ ഭീഷണി വ്യക്തമാക്കുന്നതാണ് കേരള സംസ്ഥാന നിയമസഭയിലേക്കുള്ള ഈ തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരെ തൊട്ടുകൂടാത്തവരായിരുന്നവർ പാർട്ടി ഉപേക്ഷിച്ചതോടെ അയിത്തമില്ലാത്തവരാകുന്നതും സ്ഥാനാർത്ഥികളുടെ കുപ്പായം അണിയുന്നതും നമ്മൾ ഒരു ഭാവഭേദവും കൂടാതെ കണ്ടുനിന്നു. ആദർശശുദ്ധിയാണോ അധികാരമോഹമാണോ ഈ കൂറുമാറ്റത്തിന് പിന്നിൽ എന്ന് ബന്ധപ്പെട്ടവർ ചോദിച്ചില്ല. വിജയം മാത്രമായിരുന്നു ലക്ഷ്യം. വാരാന്ത്യ ലോക വൃത്താന്തം.
തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.